ഹും. അങ്ങനെ ഇന്നലെ രാത്രി പോയി പുഷ്പ കണ്ടിട്ടുണ്ടായിരുന്നു. സോ, ഇപ്പത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഒരു പടമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒറ്റ വാക്ക് ഞാൻ ഇത്രയേ പറയുള്ളൂ. കാരണം അവർക്ക് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ കാണിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ KGF പോലെ, ബാഹുബലി പോലെ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവര് ചെയ്തു വന്നപ്പോഴത്തേക്കും അതിൻ്റെ അടുത്തൊന്നും എത്തിയില്ല. അതാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി പാർട്ട് 1 വെച്ച് നോക്കുവാണെങ്കിൽ പാർട്ട് 1 ആണോ നല്ലത്, പാർട്ട് 2 ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രേ പറയുള്ളൂ. പാർട്ട് 1 ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പാർട്ട് 2ലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് പല സാധനങ്ങളും പലയിടത്ത് എത്താത്ത പോലെ നമുക്ക് എന്താണെങ്കിലും ഫീൽ ചെയ്യും. പിന്നെ കുറച്ചും കൂടി കൂടുതൽ അതായത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇമോഷണൽ സീൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് അടിച്ച് മരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നമ്മൾ ചാവും. എൻ്റെ പൊന്നോ, ഞാൻ ക്ലൈമാക്സിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. സോ ഇതാണ് ഒരു ഫസ്റ്റ് ഒരു ഓവർവ്യൂ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പുഷ്പയുടെ റിവ്യൂവിലേക്ക് നമുക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. യെസ്, എനിക്കറിയാം പല യൂട്യൂബേഴ്സും പറഞ്ഞ് ക്രിഞ്ച് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, പുഷ്പയുടെ അത്രയും ക്രിഞ്ചൊന്നും അല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം. മറ്റൊന്നുമല്ല, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ കൊച്ചു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ അത് വലുതാക്കാൻ സാധിക്കുള്ളൂ. സോ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതേപോലത്തെ കണ്ടന്റ് കൂടുതൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. യെസ്, നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കാവുന്ന തന്നെയാണ്. അപ്പം ഇനി നമുക്ക് നേരെ പുഷ്പ 2ന്റെ റിവ്യൂലേക്ക് കിടക്കാം. സോ പുഷ്പ 2 ഒരു പാൻ ഇന്ത്യ പടം എന്നാണല്ലോ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം സിനിമയുടെ ഡബ്ബിങ്ങിലേക്ക് തന്നെ നമുക്ക് നോക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡബ്ബിങ് ഭയങ്കര വെറുപ്പീരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സിനിമയിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എന്താണ് അവർക്ക് ഡബ്ബിങ് പറ്റിയെന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അല്ലു അർജുൻ്റെ വലിയ തെറ്റില്ലായിരുന്നു, പക്ഷേ രശ്മികയുടെ ഒക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഇത്രയും ദുരന്തമായിട്ടുള്ളൊരു ഡബ്ബ് ഞാൻ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് അത് ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും നല്ല രീതിയിലുള്ളൊരു ഡബ്ബായിരുന്നു നമുക്ക് ഫസ്റ്റ് പാർട്ടി നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് കൊണ്ട് തൊലച്ചെന്നുള്ളൊരു ചോദ്യം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെ. പിന്നെ സിനിമയുടെ ഡ്യൂറേഷൻ 3 മിനിറ്റ് അല്ലല്ലോ, 3 മണിക്കൂർ 15 മിനിറ്റ് ആണ് സിനിമയുടെ ഒഫീഷ്യൽ റൺ ടൈം. പിന്നെ നമ്മുടെ ഇന്റർവെല്ലും കാര്യങ്ങളൊക്കെ കൂടി കൂട്ടി നോക്കിയാൽ 3.5 മണിക്കൂറിന്റെ സിനിമയാണ്. അതിനുള്ള എന്തെങ്കിലും കൊല ഇതിനകത്ത് അവർ കാണിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണെങ്കിലും ഇല്ല. അവർക്ക് കുറച്ചും കൂടി ആ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കേണ്ടത് മാത്രമായിരുന്നു. കാരണം അവർ സത്യം പറഞ്ഞാൽ ഇത് കൂടുതൽ ഈ ഒരു ഡ്യൂറേഷൻ വെച്ച് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന യെസ് നിങ്ങൾക്കറിയാം പുഷ്പ 3ക്ക് വേണ്ടിയിട്ടുള്ള കരുക്കളാണ് അവർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാഹുബലിയും KGFനെയും എത്തിപ്പിടിക്കാനാണ് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പകുതി വഴിക്ക് വെച്ച് അവർക്ക് അത് പാളിപ്പോയതുപോലെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും വലിയ ഡ്യൂറേഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ അത്രയും എൻഗേജിങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആയിരിക്കണം സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. സോ സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ സിനിമയുടെ സ്ക്രിപ്റ്റും അത്ര പൊളിയായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ കൊണ്ട് അത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റും അവർക്ക് കൊണ്ട് തന്നെ അവർക്ക് എന്താണെങ്കിലും പറ്റിയിട്ടുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ പടം അത്ര നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമല്ല. കാരണം നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നും, പക്ഷെ അതൊരു മറ്റൊരു വേയിലാണ് അതൊരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പോകുന്ന ഒരു ക്രിഞ്ച് ഫെസ്റ്റിനാണ്, അല്ലെങ്കിൽ കുറേ എന്താ പറയേണ്ടത് ദുരന്തങ്ങൾ കാണാനാണ് നമ്മൾ പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ തിയേറ്ററിലേക്ക് പോയി നമ്മൾ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല ഡയലോഗ് കേൾക്കുമ്പോഴും പിന്നെ നമുക്കറിയാം ഇതൊരു മാസ് സിനിമ തന്നെയാണ്. കുറേ മാസ് എല്ലാം അവർക്ക് നന്നായിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും മാസ് കാണിച്ച് ഇനി എന്ത് കാണിക്കും മാസിന്? കാരണം കയ്യിലുണ്ടായിരുന്ന മാസൊക്കെ തീർന്നു പോയി. ഇനി വേറെ എവിടെന്നെങ്കിലുമൊക്കെ മാസ് കടം വാങ്ങിക്കൊണ്ടുവന്നാണെങ്കിലും അതുപോലും ഈ ഒരു സ്ക്രിപ്റ്റിന് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ അങ്ങനത്തെ കുറേ ഗ്യാപ്പ് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് മാസിന്റെ കാര്യത്തിലൊക്കെ വേറെ ലെവലായി പോകുന്നത്. പിന്നെ ഇനി നമ്മുടെ കാസ്റ്റിലേക്ക് പോയി അല്ലു അർജുൻ വീണ്ടും നമുക്ക് ആ ഒരു പുഷ്പയുടെ റോളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യത്തെ സിനിമയുടെ അത്രയും കൺവിൻസിങ് ആയിട്ടുള്ളൊരു പുഷ്പയായിട്ട് എനിക്ക് തോന്നിയില്ല. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട രശ്മികയാണ്. രശ്മികയുടെ റോളും എനിക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ആദ്യത്തെ സിനിമയെക്കാളും കുറച്ചും കൂടി കൂടുതൽ റോള് രശ്മിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി ആണെങ്കിൽ എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ച് ആയിട്ട് തോന്നിപ്പോകും. പുഷ്പയുടെ ആ ഒരു ഐക്കോണിക് സാധനം തന്നെയാണെങ്കിലും നിങ്ങൾ ട്രെയിലറിന് വരെ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതുവരെ കൊണ്ട് അവർ തുലച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. സോ മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ക്രിഞ്ച് ഫെസ്റ്റ് ആണ് ഈ ഒരു പടം എന്ന് മാത്രമാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു പടത്തിനെ യുണീക്ക് ആക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മുടെ മല്ലൂസിന്റെ ഫേവറേറ്റ് ആക്ടർ ആയിട്ടുള്ള ഫാഫ തന്നെയാണ്.
ഫാഫ ഒരിക്കൽ കൂടി പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ഇതിനകത്ത് പൊളിച്ചെടുക്കിയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രയും കിഡിലനായിട്ടുള്ളൊരു ആക്ടറാണ് ഫാഫ എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം ഫാഫയുടെ എൻട്രി ആണെങ്കിലും പല മാസ് സീനൊക്കെ ആണെങ്കിലും ലാസ്റ്റ് നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ നല്ലൊരു കൺസിസ്റ്റൻസി ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അത് ഫാഫ തന്നെയാണ്. ആൻഡ് ഫഹദിൻ്റെ ആ ഒരു മികവ്, ആക്ടിങ്ങിൻ്റെ കഴിവ് നമുക്ക് ഈ ഒരു പടത്തിൽ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അല്ലു അർജുനേക്കാളും കുറച്ചും കൂടി കൂടുതൽ കൺവിൻസിങ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറും അത് ഫാഫയുടെ ക്യാരക്ടർ തന്നെയാണ്. സോ അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് സിനിമയ്ക്കകത്ത് നമുക്ക് ഫഹദിൻ്റെ അത്രയും വലിയ റോള് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സോ ഏകദേശം ഇതെല്ലാം തന്നെയാണ് പുഷ്പ 2നെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളൊരു കാര്യങ്ങൾ തന്നെ. പിന്നെ ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ആക്ഷൻസ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയൊക്കെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ കത്തി ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കത്തിയൊക്കെയാണ് അവർ നമ്മളെ കാണിച്ചു വെച്ചേക്കുന്നത്. ഈ പറഞ്ഞ ക്രിഞ്ചിൻ്റെ കൂടെ ആണെങ്കിൽ തന്നെയും. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആക്ഷൻ തന്നെ വേറെ തീപാറും ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാട്ടവരാധം അല്ലാതെ എനിക്ക് വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആണ് അവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷ്പ 3ക്ക് വേണ്ടിയിട്ടുള്ളൊരു സീക്വൽ ബേറ്റും അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം വെച്ച് നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയും പറയുള്ളൂ. ഫസ്റ്റ് സിനിമയെ പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത്. ഫസ്റ്റ് സിനിമയുടെ താഴെ എന്താണെങ്കിലും പുഷ്പ 2 നിൽക്കുകയുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡിൽ നിങ്ങൾക്ക് അല്ലു അർജുൻ്റെ ഒരു പടം കാണണം. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ചിരിക്കണം. ചിരിക്കാൻ വേണ്ടി അല്ല നിങ്ങൾ പോകുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്രിഞ്ച് കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ചിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് കണ്ട് മുതലാക്കാവുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നി. എന്താണ് ഈ കങ്കുവേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അവർക്ക് ഇത് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് വേറെ വലിയൊരു ദുരന്തം തന്നെയായിരുന്നു. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നിയത് പുഷ്പ 2 കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാനായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ഒരു സിനിമ FDFSലാണോ പോയി കണ്ടത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് തിയേറ്ററിലായിരുന്നു പോയി കണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.